എന്തായാലും ഇത്തവണ സുരേഷിന് ചാൻസ് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഇവർ രണ്ടുപേരുമാണ് വീക്കസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രീരേഖയുടെ ലൂഫ, ബോഡി ക്ലീൻ ചെയ്യുന്ന ലൂഫ എടുത്ത് വെച്ച് വാഷ് ബേസിൻ കഴിയും. എന്തായാലും അത് ശ്രീരേഖ കണ്ടുപിടിച്ചു. ഹലോ, അപ്പൊ ബിഗ് ബോസ് സീസൺ 6 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഗബ്രി ആകെ വിഷമത്തിലാണ്. കക്ഷിയെ മടിയൻ എന്ന് വിളിച്ചു എന്നാണ് കക്ഷിയുടെ കംപ്ലൈന്റ്. മടിയനെ പിന്നെ മടിയൻ എന്നല്ല വേറെന്ത് വിളിക്കുമെന്ന് വെച്ചാൽ അത് ഗബ്രിയോട് തന്നെ ചോദിക്കണം. എന്തായാലും 7ാം ദിവസം രാത്രി തന്നെ കക്ഷി തീരുമാനിച്ചു ഇനി പവർ റൂമിൽ താൻ നിൽക്കില്ല. 8ാം ദിവസം രാവിലെ തന്നെ താൻ എന്ന് പറയും എനിക്ക് പവർ റൂമിൽ നിൽക്കണ്ട, എനിക്ക് പുറത്തു പോകണമെന്ന് പറയാനാണ് ഗബ്രിയുടെ തീരുമാനം. ലോകത്തിന് കാണിച്ചു കൊടുക്കും താൻ മടിയനല്ല എന്ന്. എന്തായാലും ഗബ്രിയുടെ മനസ്സിലിരിപ്പ് അറിഞ്ഞിട്ടാണോ എന്തോ പിറ്റേന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ബിഗ് ബോസ് ഹൗസിൽ പവർ റൂമിലുള്ള കണ്ടസ്റ്റൻസിൽ ഏറ്റവും വീക്കസ്റ്റ് ആയ ആൾ അവിടെ നിന്ന് പുറത്തു പോകും, പകരം ഒരാൾ വരും. അപ്പോൾ പവർ റൂമിലെ ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ തീരുമാനിക്കും ആരാണ് നിങ്ങളിൽ ഏറ്റവും വീക്ക് എന്നുള്ളത്, അതിനനുസരിച്ച് അയാൾ പുറത്തു പോകും, അതിന് പകരം ആര് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും തലേന്ന് രാത്രി വരെ പോണം എന്ന് പറഞ്ഞിരുന്ന ഗബ്രി നൈസായിട്ട് കളം മാറ്റിച്ചവിട്ടി ഗബ്രി ബിഗ് ബോസിനെയും പറ്റിച്ചു. കക്ഷി നൈസായിട്ട് കണ്ടെത്തി, കക്ഷി മാത്രമല്ല ബാക്കിയുള്ളവരും ചേർന്ന് കണ്ടെത്തി നിഷാനെയാണ് വീക്കസ്റ്റ് കണ്ടസ്റ്റന്റ്. അത് 5ാം പൊസിഷനിൽ നിഷാനെയാണ്. അത് ശരിയുമാണ്, ഗബ്രിയേക്കാൾ കൂടുതൽ വീക്ക് നിഷാന തന്നെയാണ്. ഗബ്രി അറ്റ്ലീസ്റ്റ് പ്രേമം കളിച്ചെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ട്. നിഷാന ഒന്നും ചെയ്യുന്നില്ല. നിഷാന അവിടെ ഉണ്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചറിയുന്നത് ഇടയ്ക്കൊക്കെ ക്യാമറ നിഷാനയുടെ അടുത്തേക്ക് പോകുമ്പോഴാണ്. എന്തായാലും നിഷാന 5th കോണ്ടസ്റ്റന്റ് ആണ്, 5th പൊസിഷനിലാണ് ആ റൂമിൽ. അങ്ങനെ നിഷാന പുറത്തു പോകുന്നു. അതിന് പകരം ആര് വരും? അതൊരു ചോദ്യമാണ്. ആരെ കൊണ്ടുവരണമെന്നുള്ളത് ആകെ കൺഫ്യൂഷനിലാണ്. അവിടെയാണ് അടുത്ത പ്രശ്നം വന്നത്. 3 പേർ പറയുന്നു, ക്യാപ്റ്റൻ അടക്കം 3 പേർ പറയുന്നു സിജോ വരണമെന്ന്. ഗബ്രി അടക്കം 3 പേർ പറയുന്നു ജാസ്മിൻ വേണമെന്ന്. ഗബ്രി തന്നെയാണ് ജാസ്മിന്റെ പേരെടുത്തിട്ടത്. ഗബ്രി അതിന് ന്യായങ്ങളും പറയുന്നുണ്ട്. ശരിയാണ്, അവൾ എന്റെ സുഹൃത്താണ്, ഞങ്ങൾ അടുപ്പക്കാരാണ്, പ്രേമത്തിലല്ല, ഓക്കെ, ഞങ്ങൾ അടുപ്പക്കാരാണ്. പക്ഷേ ജാസ്മിൻ വേണ്ടത് ആവശ്യമാണ്. സിജോയെ പോലെ ക്രൂക്കഡ് അല്ല, സിജോയെ പോലെ ഗെയിം കളിക്കുന്ന ആളല്ല. ജാസ്മിൻ സത്യസന്ധയാണ്, എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നിഷാന സപ്പോർട്ട് ചെയ്തത് സിജോയാണ്. എന്തായാലും പുറത്ത് വന്ന് 3-3 എന്ന് നിന്ന നിലയിൽ നിന്ന് ടക്കെന്ന് നിഷാന മറുകണ്ഠം ചാടി നിഷാനയും ജാസ്മിനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ജാസ്മിൻ അകത്ത്, നിഷാന പുറത്ത്. അപ്പൊ ജാസ്മിൻ പവർ ടീമിലെ മെമ്പറാണ്. അപ്പോൾ ഇന്ന് ഓപ്പൺ നോമിനേഷൻ വരുന്നുണ്ടായിരുന്നു. ഓപ്പൺ നോമിനേഷന് ആരെ നോമിനേറ്റ് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ തർക്കം പവർ ടീമിലെ അംഗങ്ങൾക്കിടയിൽ. പവർ ടീമിലെ അംഗങ്ങളും ക്യാപ്റ്റനും കൂടെ ചേർന്നാണല്ലോ തിരഞ്ഞെടുക്കേണ്ടത് ആരെയാണ് ഓപ്പൺ നോമിനേഷൻ വെക്കേണ്ടതെന്ന്. അവിടെയാണ് ജാസ്മിന്റെ കളി വന്നത്. ജാസ്മിന്റെ വാലായി മാത്രം മാറിയിരിക്കുകയാണ് ഗബ്രി ഇച്ഛിച്ചതും പവർ ടീം അംഗങ്ങൾ കൽപ്പിച്ചതും പാല് എന്ന രീതിയിലാണ് ജാസ്മിൻ വന്നത്. യഥാർത്ഥത്തിൽ ജാസ്മിന്റെ വാല് മാത്രമാണ് ഗബ്രി. ജാസ്മിൻ തീരുമാനിക്കുന്നു, ഗബ്രി പിന്നാലെ പോകുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും ജാസ്മിൻ തീരുമാനിച്ചു ഋഷിയെ ഔട്ടാക്കണം. കാരണം ഋഷി നോമിനേഷൻ വരില്ല. ഋഷി ശക്തനായ കണ്ടസ്റ്റന്റ് ആണെന്നും കൂടെ അവർക്ക് തോന്നിയിട്ടുണ്ടാവണം. കാരണം ഋഷിക്ക് ശത്രുക്കൾ ആരുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവർ പ്രത്യക്ഷത്തിൽ എന്തായാലും ഋഷിക്ക് ശത്രുക്കൾ ആരുമില്ല. അതുകൊണ്ട് ഋഷി നോമിനേഷനിൽ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഋഷിയെ നമുക്ക് നോമിനേറ്റ് ചെയ്യാം. അതാണ് ജാസ്മിൻ കണ്ടെത്തിയത്. ജാസ്മിന്റെ കണ്ടെത്തലിന് ഗബ്രി എന്തായാലും സപ്പോർട്ട് ചെയ്യും. ഗബ്രി അതിൻ്റെതായ റീസൺ പറയുന്നുണ്ട്. ഞാൻ ഇവൾ പറയുന്നതുകൊണ്ടല്ല പറയുന്നത്, പക്ഷേ എനിക്കും തോന്നുന്നു ഋഷിയെ തന്നെ നോമിനേഷൻ ഇടണമെന്നാണ്, ഓപ്പൺ നോമിനേഷൻ ഇടണമെന്നാണ് ഗബ്രി പറയുന്നത്. അതിന് നമ്മുടെ ജാൻമണി എതിർത്തു. ജാൻമണി ഒരു ജെന്യൂൻ ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ നിഷാനയും ഒരു ജെന്യൂൻ ആയിട്ടുള്ള പേഴ്സൺ ആണ്, സിമ്പിൾ ആണ്, സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. പക്ഷേ ബിഗ് ബോസിന് പറ്റിയ ആളല്ല. ഒരു കോമൺ ആയിട്ട് വന്നെങ്കിലും അവർ ഗെയിം അറിഞ്ഞിരിക്കണമായിരുന്നു. ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കണമായിരുന്നു. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അവരിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണമായിരുന്നു. അപ്പൊ നിഷാന ആക്ച്വലി ബിഗ് ബോസിന് പറ്റിയ ഒരാളല്ല. അപ്പൊ എന്തായാലും ജാൻമണി ഇവരുടെ ഈ തീരുമാനത്തെ എതിർത്തു. ജാൻമണി പറഞ്ഞു ഋഷിയെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, എന്ത് വന്നാലും പറ്റില്ല, ജിൻഡോയെ തന്നെ നോമിനേറ്റ് ചെയ്യണം. കാരണം ഋഷിയെ നോമിനേറ്റ് ചെയ്താൽ തങ്ങളെ പറ്റിയുള്ള ഒരു നെഗറ്റീവ് ഇമേജ് ആണ് പുറത്തു പോകാൻ പോകുന്നത്. കറക്റ്റാണ്, ജാൻമണി പറഞ്ഞ കാര്യം കറക്റ്റാണ്. ജാൻമണി കൃത്യമായിട്ട് പറഞ്ഞു തങ്ങളെ പറ്റിയുള്ള ഒരു നെഗറ്റീവ് ഇമേജ് ആണ് പുറത്തു പോകാൻ പോകുന്നത്. അത് ഞാൻ സമ്മതിക്കില്ല. എന്തായാലും അവസാനം വന്ന് ബിഗ് ബോസ് ഹൗസിലെ ആ പവർ റൂമിൽ ഏറ്റവും പവർഫുൾ എന്ന് പലപ്പോഴും തോന്നിപ്പിച്ചിട്ടുള്ള ശ്രീരേഖ ഒരു ഡോമിനന്റ് ക്യാരക്ടറായിട്ടാണ് ഇപ്പോൾ നിന്നിട്ടുള്ളത്. ശ്രീരേഖയുടെ ആക്ടിങ് അല്ലെങ്കിൽ ശ്രീരേഖയുടെ ചിന്തകളും പെരുമാറ്റവും കണ്ടാൽ തോന്നും ബിഗ് ബോസ് ഹൗസ് തീരെഴുതി കിട്ടിയതാണെന്ന്. എന്തായാലും ആ രീതിയിലൊക്കെയാണ് പലപ്പോഴും ശ്രീരേഖ പെരുമാറുന്നത്. അപ്പോൾ ശ്രീരേഖയുടെ അവസാനമായ തീരുമാനത്തിൽ ജിൻഡോയെ തന്നെ നോമിനേറ്റ് ചെയ്തു. അപ്പോൾ ജിൻഡോയ്ക്ക് എതിർപ്പ് തന്നെ എങ്ങനെ നോമിനേറ്റ് ചെയ്തു അതിനുള്ള റീസൺ അവർ പറയുന്നുണ്ടായിരുന്നു. അതിന് ഇടയ്ക്ക് ഒരു ജിൻഡോ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ജിൻഡോയെ കാണുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എനിക്ക് കട്ടപ്പനയിലെ ഋതിക് റോഷനിലെ അബു സലീമിന്റെ ക്യാരക്ടറാണ് ഓർമ്മ വരുന്നത്. എന്റെ സംശയം വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും ജിൻഡോയുടെ അടുത്ത് ട്രെയിനിങ്ങിൽ പോയിട്ടുണ്ടോ, അദ്ദേഹത്തെ കണ്ടാണോ ആ ക്യാരക്ടറിനെ എഴുതിയത് എന്നാണ്. എന്തായാലും ജിൻഡോ നോമിനേഷനിൽ വന്നു. ഓപ്പൺ നോമിനേഷനിൽ ബാക്കിയുള്ളവർ നമ്മൾ കരുതിയിരുന്നവർ തന്നെയാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. നിഷാനയുണ്ട്, നോറയുണ്ട്. അപ്പോൾ ആ നോമിനേഷനിൽ വന്നിരിക്കുന്നതിൽ നോറ മുസ്കാനും നിഷാനയും
ആണ് പുറത്തു പോകാൻ സാധ്യത കൂടുതലുള്ളത്. മിക്കവാറും അടുത്ത ആഴ്ച ഒരു എവിക്ഷനേ ഉള്ളെങ്കിൽ നിഷാനയാണ് ആക്ച്വലി പുറത്തു പോകേണ്ടത്. ഇൻഫാക്ട് കഴിഞ്ഞ ആഴ്ച തന്നെ നിഷാന പുറത്തു പോകുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. നിഷാന അല്ലെങ്കിൽ നോറ മുസ്കാൻ അല്ലെങ്കിൽ സുരേഷ്. എന്തായാലും ഇത്തവണ സുരേഷിന് ചാൻസ് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഇവർ രണ്ടുപേരുമാണ് വീക്കസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഷാനയും നോറയും. നോറ എപ്പോഴും കരച്ചിലാണ്. നിഷാന ഒന്നും ചെയ്യുന്നില്ല. നിഷാനെ കൊണ്ട് ആ ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ നിഷാന പുറത്തു പോകാൻ ഒരു നല്ല സാധ്യത കാണുന്നുണ്ട്. രശ്മിൻ ബായിയും കോമണർ ആണെങ്കിലും തൻ്റെതായ രീതിയിൽ ഒരു ഇടം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. തൻ്റെതായ ഇമേജ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. തൻ്റെ പൊസിഷൻ സ്റ്റാൻഡ്സ് എപ്പോഴും ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യുന്നുണ്ട്. ഇന്ന് ജാസ്മിൻ പവർ റൂമിലേക്കുള്ള സെലക്ഷൻ ജാസ്മിന് വേണ്ടി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വന്ന രശ്മിൻ ബായി തന്നെയായിരുന്നു. രശ്മിൻ ബായിയാണ് അവരുടെ ടീമിൽ നിന്ന് ജാസ്മിനാണ് പവർ റൂമിലേക്ക് പോകേണ്ടതെന്ന് പറഞ്ഞത്. എന്തായാലും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിനിടയ്ക്ക് ഇന്ന് നാളത്തെ എപ്പിസോഡിൽ സംപ്രേഷണം ചെയ്യുമോ എന്നറിയില്ല. എന്നാലും ഇന്ന് രാത്രി ഒരു കാര്യം സംഭവിച്ചത്, വാഷ്റൂം ക്ലീനിങ് ടീമിലുള്ള ജിൻഡോ ശ്രീരേഖയുടെ ബോഡി ക്ലീൻ ചെയ്യുന്ന ലൂഫ എടുത്ത് വെച്ച് വാഷ് ബേസിൻ കഴുകി. എന്തായാലും അത് ശ്രീരേഖ കണ്ടുപിടിച്ചു. അതിന് കുറെ വഴക്ക് ജിൻഡോ കേട്ടു. ജിൻഡോ എന്തൊക്കെയോ ന്യായം പറയുന്നുണ്ടായിരുന്നു. ജിൻഡോയ്ക്ക് ചില കാര്യങ്ങളിൽ തിരിച്ചറിവുണ്ടാവും. അല്ല, അത് തന്നെയാണ് ഇവരും സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ രശ്മിൻ ബായിയും അപ്സരയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ശരണ്യ ആനന്ദ് പോയി ഗബ്രിയോടും ജാസ്മിനോടും ചോദിച്ചു, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ, റൊമാൻസ് ഉണ്ടോ? അപ്പോൾ ജാസ്മിൻ പറയുന്നത്, ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. രണ്ടുപേരും പറയുന്നത് ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആംഗിളിലുള്ള ചിന്തയേ ഇല്ല എന്നാണ്. പക്ഷെ നമ്മൾ കാണുന്നത്, നമ്മൾക്ക് തോന്നുന്നത് അവർക്ക് ഒരു ഇന്റിമസി കൂടുതലുണ്ട്. ഒരു ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു ഇന്റിമസി അല്ല, അതിൽ കൂടുതൽ അവർക്കുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ജാസ്മിൻ പറയുന്നത്, രതീഷ് കുമാർ പറയുമായിരുന്നു നിങ്ങളുടെ സ്ട്രാറ്റജി കൊള്ളാം, ഈ സ്ട്രാറ്റജി എന്താണ് എന്ന് ജാസ്മിനോട് തന്നെ ചോദിക്കണം. മിക്കവാറും സ്ട്രാറ്റജി ആയിരിക്കും കക്ഷി ഉദ്ദേശിച്ചത്. എന്തായാലും സ്ട്രാറ്റജി കൊള്ളാമെന്ന് രതീഷ് കുമാർ എപ്പോഴും പറയുമായിരുന്നു എന്നാണ് ജാസ്മിൻ പറയുന്നത്. എന്തായാലും സ്ട്രാറ്റജിയേക്കാൾ ഉപരി അവർ തമ്മിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. സ്ട്രാറ്റജി ആണെങ്കിൽ വളരെ നല്ല കാര്യം, അറ്റാച്ച്മെന്റ് ആണെങ്കിൽ നല്ല കാര്യം തന്നെ. എന്തായാലും ശരണ്യാനന്ദ് കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പോയത്. എല്ലാവരുടെയും മുമ്പ് വെച്ച് നിങ്ങൾ ഒരുമിച്ചിരിക്കരുത് തുടങ്ങിയ വലിയ വലിയ ഉപദേശങ്ങൾ. എല്ലാവരുടെയും മുമ്പ് വെച്ച് ഒരുമിച്ചിരിക്കരുതെന്ന് പറഞ്ഞാൽ അവർക്ക് എവിടെയും ഒരുമിച്ചിരിക്കാൻ പറ്റില്ല. കാരണം 100 ക്യാമറകൾ ചുറ്റുമുണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും 8ാം ദിവസത്തെ സംഭവവികാസങ്ങൾ ഇതൊക്കെയായിരുന്നു. രതീഷ് അണ്ണൻ, അതായത് കണ്ണേട്ടൻ തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമാണ്. കാരണം കക്ഷി എയർപോർട്ടിൽ വിമാനം ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന കാഴ്ചകൾ ചില ഓൺലൈൻ ചാനലുകൾ കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇടയ്ക്കെങ്ങാനും വിളിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ പറയുമോ എന്നുള്ളത് സംശയമാണ്. എനിക്ക് അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല ഞാൻ. എന്തായാലും 8ാം ദിവസവും സംഭവബഹുലമായിട്ട് തന്നെ അവസാനിച്ചു. ഇനി നാളെ മിക്കവാറും റോക്കിയുടെ ചില കലാപരിപാടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഗബ്രി ജാസ്മിൻ കൂട്ടുകെട്ട് ഋഷിയുമായിട്ടുള്ള പ്രശ്നം തുടരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ. ഇന്ന് ഋഷിയെ നോമിനേറ്റ് ചെയ്ത കാര്യം ഋഷിയോട് ചെന്ന് ജാൻമണി പറഞ്ഞു. ജാൻമണി സാധാരണ രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഋഷി വളരെ പെട്ടെന്ന് ഇഗ്നേറ്റ് ആയി. അവന് ദേഷ്യത്തെക്കാൾ ഉപരി വിഷമമായിരുന്നു. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അവന് പിന്നിൽ നിന്ന് കുത്തിയുള്ള വിഷമമായിരുന്നു. അത് മെയിൻലി ഗബ്രിയോടായിരുന്നു അവന് വിഷമം. ജാസ്മിനോട് അത്രയുമില്ല, ഗബ്രിയോട് അവന് വിഷമം ഉണ്ടായിരുന്നു. ഗബ്രി സത്യത്തിൽ അതൊരു നല്ലൊരു പാര വെച്ചാണ്. ഒരു സുഹൃത്തെന്ന് പറയാനോ ഒരു മനുഷ്യനെന്ന് പറയാനോ അവിടെ സാധിക്കില്ല. ഋഷിയെ നോമിനേറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും അവിടെ വരുന്നുണ്ടായിരുന്നില്ല സത്യത്തിൽ. ജാസ്മിന്റെ ചില ഐഡിയകൾ അല്ലെങ്കിൽ സ്ട്രാറ്റജിയാണ് അവിടെ വർക്കൗട്ട് ആയെന്നാണ് തോന്നുന്നത്. എന്തായാലും കൂടുതൽ വീഡിയോസുമായിട്ട് ഉടനെ വരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു. താങ്ക് യു.